ഇവർ ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്? ഇവര് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ശ്രീ എ കെ ആന്റണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ പുറകോട്ട് CH പിന്നെ അതുപോലെ ശ്രീ R ശങ്കർ വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി, UDF മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവരാർക്കെങ്കിലും ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ചരിത്രബോധവും തനിക്കില്ല എന്ന് ആവർത്തിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ചരിത്രം പഠിപ്പിക്കാൻ ഞാനാണല്ല, പക്ഷേ ചരിത്രത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ മാർഗദീപമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. ചരിത്രം വസ്തുതകളുടേതാണ്, സത്യങ്ങളുടേതാണ്. അതാണ് നെഹ്റുവിന്റെ മറുപടി എന്ന് പറയുന്നത്. അങ്ങയുടെ PCR ടീമിനും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ നട്ടാൽ കുരുക്കാത്ത അന്തസ് കെട്ട നുണയുടെ ഒരു 3 ചിത്രങ്ങൾ അങ്ങയുടെ PCR ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കണം. കാരണം ഒന്നാമത്തെ ചിത്രം, അല്ലെങ്കിൽ ക്യാമറമാനോട് ഇതൊന്നും സൂം ചെയ്ത് കാണാൻ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചിത്രം അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആദരണീയനായ കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ ദുരന്തത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാക്കന്മാരുടെ ചിത്രം പരിശോധിച്ച ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, CB ചന്ദ്രബാബു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി, പക്ഷേ കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. രണ്ടാമത്തെ ചിത്രം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ കാലയളവിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള NGO യൂണിയൻ, അദ്ദേഹത്തിന്റെ പോലീസ് ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർദ്ദനം നടത്തിയെന്ന് പറയാൻ കഴിയുന്ന സഖാവ് CH അശോകൻ NGO യൂണിയനിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് വരുന്ന തുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നതാണ്. ഇതിന്റെ തുടർച്ചയിൽ സുനാമി ഉണ്ടായപ്പോൾ A K ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഉത്തരവാണ്. ആ സർക്കാർ ഉത്തരവ് പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ സുനാമി ബാധിത മേഖലകളിൽ ആലപ്പുഴയിൽ ഉൾപ്പെടെ 10 പ്രകൃതിക്ഷോഭ പ്രതിരോധ വീടുകളും 59 സാധാരണ വീടുകളും ഉൾപ്പെടെ 69 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതാണ്. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം, അന്തസ് കെട്ട നുണ, ഞങ്ങളൊക്കെ ഇവിടെ ഭരിച്ചപ്പം ഇവിടെ മറ്റാരും ഒന്നും നൽകിയിട്ടില്ല എന്ന് ആഫീസിൽ ഇരുന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ റീൽസ് കണ്ട് കൈയടിക്കുന്നവരായിരിക്കും. മീഡിയ വൺ പോലെയുള്ള ഒരു സംവാദത്തിന് സാധ്യതയുള്ള ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനത്തെ നുണ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ചരിത്രമുണ്ടെന്നും ആ ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ കാശ് പിരിച്ചിട്ട് സർക്കാർ കാരണമാണ് എന്ന നുണ പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാട് ഈ വർഷം ഇത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഡിവൈഎഫ്ഐ കുറെ കൂടി സർക്കാരിൽ പ്രഷർ ചെലുത്തുന്നുണ്ടോ ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി? തീർച്ചയായിട്ടും അതിൽ ഇപ്പോ ലീഗും യൂത്ത് കോൺഗ്രസും അനുകർണിച്ച ഒരു മാതൃകയല്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആപ്പ് വരെ ഡിലീറ്റ് ചെയ്ത് ഓടിയ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പണിയല്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ പിരിച്ച പണം കൃത്യതയോടുകൂടെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ സർക്കാരിന് കൈമാറി. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം 27-ാം തീയതിയാണ് നമുക്ക് അന്തിമാനുമതി ലഭിക്കുന്നത്. അതിനുശേഷമാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. മാർച്ച് 27-നാണ് തറക്കല്ലിടുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ജൂലൈ മാസം 26-27 അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ 4 മാസം കൊണ്ട് ഒരു മാതൃകാ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബാക്കി 407 വരുന്ന വീടുകളുടെ ഫൗണ്ടേഷൻ നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങ് സൂചിപ്പിച്ച ഈ പരിമിതികൾ എന്തു തന്നെ ഉണ്ടായാലും ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടെ ഇതിന്റെ പണി സിംഹഭാഗവും ലയൺ ഷെയർ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ കരുതുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഈ കാര്യത്തിൽ സർക്കാരിന് പുതുതായി ചെലുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മനോഭാവമല്ല ദുരന്തബാധിതരോട് കേരളത്തിലെ ഇടതുപക്ഷത്തിനും ആ ഇടതുപക്ഷം നയിക്കുന്ന കേരളത്തിലെ സർക്കാരിനും ഉള്ളത് എന്നുള്ളത് സുചിന്തിതമാം വിധം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യമുള്ളതാണ്. അവർക്ക് അത് അറിയാവുന്നതാണ്.